the day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. ടീം ബെയർഫുട്ടും ടീം പ്രൊട്ടക്ടറും അവരുടെ മാച്ചിന്റെ സെക്കൻഡ് ഹാഫ് ഫുൾ ഫോമിലാണ് കളിച്ചിരിക്കുന്നത്. ടീം പ്രൊട്ടക്ടറുടെ ഡിഫൻസ് സ്പോർട്സിന് ടീം ബെയർഫുട്ടിന്റെ ഓഫൻസിനെ തടയാൻ കഴിഞ്ഞു. ഓരോ ഗോളുമായിട്ട് മാച്ച് ടൈ ആയപ്പോൾ ബെയർഫുട്ട് പുറത്താകാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു തെറ്റ് കാരണം അവർക്കൊരു പെനാൽറ്റി കിക്ക് കിട്ടി. മിത്ത് ഒരു വലിയ ഷോട്ട് അടിച്ചു, പക്ഷേ ഷീൽഡ് അതിനെ തടഞ്ഞു. മിത്തിന്റെ റീബൗണ്ട് കിക്കിനെ ഷീൽഡിന് തടയാൻ കഴിഞ്ഞില്ല. ബെയർഫുട്ട് സെമി ഫൈനൽസിൽ 16 ടീമിൽ ഒന്നാണ്. ടീം ബെയർഫുട്ട് കേൾക്കാൻ വേണ്ടിയാ പറയുന്നത്. ഞങ്ങളാണ് മാജിക് ഇല്യൂഷൻ. പബ്ലിക്കായിട്ട് ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങളോട് മത്സരിക്കാൻ തയ്യാറായിക്കോ? വെല്ലി അതെ, ശരിയാ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് മൈക്ക് എവിടുന്നാ കിട്ടിയ? ഇവര് ശരിക്കും കോമാളികളെ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ ഈ മാച്ച് ഞങ്ങളുടെ കൂടെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തോറ്റിരിക്കും. ഞങ്ങൾ 5 ഗോൾ അടിക്കും. ഞങ്ങൾ നിസ്സാരക്കാരല്ല, ഞങ്ങൾ അതിജീവന്മാരാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും തോൽപ്പിച്ചിരിക്കും. ഏറ്റുമുട്ടാൻ വരൂ. ആ അഹങ്കാരം പിടിച്ച പിള്ളേരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ശരിയാക്കാം. അടങ്ങി നിൽക്കില്ല ക്യാറ്റ്. ആ ടീമിന്റെ സീക്രട്ട് കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പാ. അതെന്താ അത്? ആ രണ്ടുപേരും മണ്ടത്തരം കാണിക്കുന്ന കണ്ടോ? ഞങ്ങളുടെ പറച്ചിൽ കേട്ട് ശരിക്കും പേടിച്ചല്ലേ? നിങ്ങളുടെ മുഖം കാണുമ്പോ അറിയാം നിങ്ങൾ എല്ലാരും നന്നായി പേടിച്ചിരിക്കുകയാണെന്ന്. എന്തൊക്കെ പൊട്ടത്തരാ നീ പറയുന്നത്? അങ്ങനെ പറയല്ലേ. നമ്മൾ പേടിക്കുന്നില്ലെന്നല്ലേ ഇവരോട് പറയേണ്ടത്. നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് വേണം എന്നെ കളിയാക്കാൻ? പേപ്പർ വലിച്ചെറിയുന്നു. ഈ അവമാനം ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ശക്തിയോടെ തിരിച്ചു വരും. നിങ്ങൾക്കെതിരെ ഞങ്ങൾ 10 ഗോൾ അടിക്കും. സത്യം. തോൽക്കാൻ നിങ്ങൾ തയ്യാറായിക്കോ? ആ പോയ കോമാളികളെ പോലെ ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലായിരുന്നു. ഇപ്പൊ പക്ഷെ നമ്മൾ എലിമിനേഷൻ റൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മാച്ചസും നമുക്ക് ജയിച്ചേ പറ്റൂ. ഒരു കളി തോറ്റാലും നമ്മൾ ഔട്ട് ആകും. അപ്പോ ആ രണ്ടുപേരും ശരിക്കും മാജിക് ഒക്കെ അറിയാവുന്നവരാണോ?
ഐസക്, ഒരു കാര്യം, അവർക്ക് മാജിക് ഒന്നും ചെയ്യാൻ അറിയില്ലെന്നേ. എല്ലാ മാജിഷ്യൻസിനും മാജിക് അറിയാം. തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും. അതൊരു റൂളാ. ഓ പിന്നെ അവര് മാജിക് ചെയ്താൽ നമുക്ക് എന്താ? അവർക്ക് മാജിക് ചെയ്യാനുള്ള കഴിവുണ്ടാവും, പക്ഷെ നമ്മൾക്ക് ഫുട്ബോൾ സ്കിൽസും നല്ല കൂട്ടുകാരും പിന്നെ ഒരു സുന്ദരിയായ ചിയർ ലീഡറും. ആ താങ്ക്സ്. പക്ഷെ നിന്റെ ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ ഒന്ന് നിർത്താവോ? കേട്ട് കേട്ട് എന്റെ ചെവിയൊക്കെ വേദനിക്കുന്നു. പക്ഷെ ഇത് സത്യമല്ല. ഞാൻ സുന്ദരി മാത്രമല്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മള് കൂട്ടുകാര് മാത്രമല്ല, നമ്മളൊരു ഫാമിലി അല്ലേ? ശരിയല്ലേ അത്? പിന്നെ ഷോൺ, നീ ഒരു പരിചയമില്ലാത്ത ആളിൽ നിന്നും ഞങ്ങളുടെ കൂട്ടുകാരനായിട്ട് മാറിയില്ലേ? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാ. സാരമില്ല, പക്ഷെ ഈ ഡേറ്റയിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ശരിയാ ഷോൺ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കുന്നു. എന്താ ഇതിന്റെ പ്രത്യേകത? ഓ കമോൺ കാറ്റ്, നീ ഇത് കണ്ടില്ലെന്ന് മാത്രം പറയരുത്. പക്ഷേ അതിലെന്താ ഇത്ര പ്രത്യേകത? അവര് കളിച്ച എല്ലാ മാച്ചിന്റെ സ്റ്റാറ്റിസ്റ്റിക് ഒന്ന് നോക്കിക്കേ. എല്ലാം കൂട്ടി 30 യെല്ലോ കാർഡ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു റെഡ് കാർഡ് പോലും ഇല്ല. ഓ അപ്പൊ അതായിരുന്നല്ലേ കാര്യം. അഭിനയിച്ചതല്ലേ? ഗൈസ്, നമുക്ക് അവരുടെ ഗെയിംസ് ഒന്ന് കണ്ടു നോക്കാം. ഇത് വെറും ഒരു ആവറേജ് അല്ലേ? മഹാബോറ്. എല്ലാ ടീമും കളിക്കുന്നത് പോലെ തന്നെയുണ്ട്. അത് ശരിയാ, ഇത് ബോറ് പരിപാടിയാ. ഷോൺ, നീ അത് കണ്ടായിരുന്നോ? യെസ്, ഞാൻ അത് കണ്ടു. എന്ത് കണ്ടെന്ന്? അവൻ എന്തിനാ ഓപ്പോണന്റ് വരുമ്പോ ബോൾ വെച്ച് പിന്നോട്ട് ചാടിയത്? അത് മണ്ടത്തരായല്ലോ. ഞാനത് കണ്ടതായിരുന്നു. മറ്റയാളെ കണ്ടപ്പോ അയാൾക്ക് പേടി തോന്നിയതായിരിക്കും. ചിലപ്പോ അവനെ കാണാൻ ഭംഗിയുണ്ടാവില്ല. അല്ലല്ല, അതല്ല കാര്യം. അവന്റെ കൈ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്, അതാണ് കാരണം. ദാ കണ്ടില്ലേ? അല്ല, പിന്നെ എന്തുകൊണ്ട് അവര് വിസിലടിക്കാഞ്ഞത്? അതിനെന്തായാലും റെഡ് കാർഡ് കിട്ടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് ഇലക്ട്രോണിക് റെഫറി ഇതൊന്നും ശ്രദ്ധിച്ചില്ല? ദാ കണ്ടില്ലേ, അത് ഫൗള് വിളിക്കാത്തത് വേറൊരാൾ അവനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ടാക്ടിക് തന്നെയാ. ഒരാളടിക്കുന്നു, മറ്റൊരാളെ റെഫറിയെ ബ്ലോക്ക് ചെയ്യുന്നു. അത് ശരിയാ. എന്നാലും ഒരു മാച്ചിന് 3 റെഫറിമാർ കാണുമല്ലോ. മറ്റേ 2 റെഫറിമാർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് തോന്നുന്നു ക്യാമറ അത് കണ്ടില്ലെന്നാണ്. അങ്ങനെ ഉണ്ടായാലും ഫീൽഡിൽ തെറ്റായിട്ട് കളിച്ചാൽ അത് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. ഇതിലെന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും തന്നെ വ്യക്തമാണ്. അവര് റെഫറീസിന് കൈക്കൂലി കൊടുത്ത് നന്നായിട്ട് മയക്കി കാണും. റെഫറി റോബോട്ട് ആണെന്ന് അറിയില്ല, പിന്നെ എന്തിനാ വെറുതെ കിടന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്? ചിലപ്പോ ടിമ്മി പറഞ്ഞത് സത്യമായിരിക്കും. റോബോട്ട്സിനെയും ബ്രൈബ് ചെയ്യാൻ പറ്റുമല്ലോ. അതിന് കാശല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ പോരെ? ഒരു റോബോട്ടിനെ വളയ്ക്കാൻ ഒരു പെൺ റോബോട്ട് മാത്രം മതിയാവും. ഞാൻ പറഞ്ഞത് നേരാ. എല്ലാവർക്കും ജീവിതത്തിൽ സ്നേഹം വേണ്ടേ? റോബോട്ട്സിനും അതെ. എന്താ നിങ്ങൾ പറഞ്ഞേ? ഒരിക്കൽ കൂടി പറ. നിങ്ങളിപ്പോ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാനാ ഞാനിപ്പോ പറയുന്നേ. സാരമില്ലെന്നേ, എനിക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പറഞ്ഞത് കൂടി പോയോ? നിനക്ക് ജിജിഒ ഫുട്ബോൾ ഇപ്പോഴും മൊത്തമായി മനസ്സിലായിട്ടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത്. കണ്ടോ, ഷോൺ ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഇപ്പൊ വല്ലതും മനസ്സിലായോ? നിനക്ക് ഗെയിമിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ മോള് പോകുന്നതാ നല്ലത്. അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഷോൺ, ഇനി നീ അവളെ സമാധാനിപ്പിക്കാൻ പുറകെ പോകണ്ടേ? അങ്ങനെയാണ് ടിവിയിലൊക്കെ കാണിക്കാറ്. പക്ഷെ നമ്മളിപ്പോ ടിവിയിലല്ലോ. നീ അതൊന്നും വലിയ കാര്യാക്കണ്ട. കുറച്ച് കഴിയുമ്പോ അവള് വരും. നമുക്ക് അവരുടെ ഗെയിം എന്താണെന്ന് ഇപ്പൊ വാച്ച് ചെയ്യാം. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നത്. അത് ശരിക്കും ഒരു ലോങ് കിക്കായിരുന്നു. ഞാൻ കണ്ടതാണല്ലോ ബോൾ റൈറ്റിലേക്ക് പോകുന്നത്. പക്ഷെ അവനെന്തിനാ ലെഫ്റ്റിലേക്ക് ചാടിയത്? അത് ശരിയാ. നമ്മുടെ ടീമിക്ക് ഇത് കാണാൻ കഴിയുമായിരുന്നെങ്കിൽ ആ ഗോൾ കീപ്പറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. നീ എന്താ പറഞ്ഞേ? ഒരു സാധാരണ ജിജിഒ ഫുട്ബോളർ പോലും നിങ്ങളെ പോലെ ഇരിക്കുന്ന അടി കൂടില്ല. എന്താ ഇത്? ശരിയാക്കി തരാൻ
ഇവരുടെ ഒരു കാര്യം, അത് ശരിക്കും മാജിക് ആണോ? എനിക്കിത് പിടികിട്ടി. ഞങ്ങൾ ഈ മാച്ച് കുറെ പ്രാവശ്യം കണ്ടു. അവര് 20 ഫൗള് ചെയ്തിട്ടുണ്ട്. എന്നാൽ റെഫറി അവരെ 3-4 പ്രാവശ്യം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. പിന്നെ യെല്ലോ കാർഡ് കൊടുക്കുകയും ചെയ്തു. എന്തുകൊണ്ടാ അവര് മറ്റേ ഫൗള് ശ്രദ്ധിക്കാഞ്ഞത്? ഫുട്ബോൾ കളിച്ച് എനിക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു മാച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾക്കും അതന്നെയാണ് ഷോക്ക്. കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലാവുന്നില്ല. നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പ്രത്യേകത. ശരിയെന്നാ, ഈ മാച്ച് കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. ഈ ടീം എന്തൊക്കെയോ വിദ്യകളൊക്കെ കാണിച്ച് മാജിക് ഉപയോഗിച്ച് ഫൗളുകൾ ഇല്ലാതാക്കുന്നു. പിന്നെ ഒരു കാര്യം, എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും ഇന്നോ നാളെയോ പിടിക്കപ്പെടും. നിങ്ങൾ ആ മാച്ച് ശ്രദ്ധിച്ചോ? അവര് ഫൗള് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് യെല്ലോ കാർഡ് കിട്ടുന്നു. അതിനുശേഷം ആ പ്ലെയർ പിന്നെ തെറ്റ് ചെയ്യുന്നില്ല. യെല്ലോ കാർഡ് കിട്ടൂല്ല. റെഫറി അവർക്കെതിരായി ഒരു അക്ഷരം പോലും പറയൂല. സോറി ഗൈസ്, എനിക്ക് ഇത്ര വിവരങ്ങളെ തരാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി. എന്തുകൊണ്ടാ റെഫറി ഒരു ഫൗള് പോലും കൊടുക്കാഞ്ഞത്? അവര് 3 റെഫറിമാരുണ്ടായിരുന്നു. ഓ, മനസ്സിലായോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം തരണം. ഈ കാര്യം നമുക്ക് ചെന്ന് വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കിയാലോ? ഗെയിമിനെ കുറിച്ച് അറിയാവുന്നവരോട് ചോദിച്ചാൽ മതിയായിരുന്നു. ഏയ്, അവിടെ നിക്ക്. നീ എന്താ ഡാനി ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞങ്ങള് കാണാന്ന് നീ സമ്മതിച്ചിട്ടല്ലേ ഞങ്ങള് വന്നേ. ഇപ്പൊ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നേ? നിങ്ങളുടെ ഗോൾ കീപ്പറുമായി നിങ്ങൾ സംസാരിച്ചിരുന്നോ? അയാൾ എന്തിനാണ് റോങ് ഡയറക്ഷനിലേക്ക് ഡൈവ് ചെയ്തത്? അത് ശരി, ആ കീപ്പർ എങ്ങനെയുള്ള ആളാ? അയാൾ നന്നായിട്ട് കളിക്കോ അതോ മോശമായിട്ട് കളിക്കോ? വിശ്വസിക്കാവോ? അതെ, നീ പറഞ്ഞത് ശരിയാ. ഇതില് പിന്നെ വലിയ മാജിക്കിന്റെ കാര്യമൊന്നുമില്ല. അവനൊരു കൊള്ളാത്ത ഗോൾ കീപ്പർ അല്ലേ. അവനെ കൊണ്ടൊരു ബോൾ തടയാൻ പറ്റിയാൽ തന്നെ അതൊരു വലിയൊരു കാര്യ. എന്റെ പ്ലേയേഴ്സ് ഒരുപാട് നല്ലോണം കളിക്കും. നിന്റെ പ്ലേയേഴ്സ് ആണ് ഒന്നും കളിക്കാൻ അറിയാൻ പാടില്ലാത്തത്. ആദ്യം അവരെ ചെന്ന് പഠിപ്പിക്കാൻ നോക്ക്. ടിവിയൊക്കെ ഞാനും കാണാറുണ്ട് കേട്ടോ. അതൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും മാജിക്കൽ ഇല്യൂഷൻ ഉപയോഗിച്ച് അവൻ എങ്ങനെയാണ് കളിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാജിക്കൽ ഇല്യൂഷനോ? അത് വിചിത്രമായ പേരാ. അവരുടെ കൂടെ മാച്ച് കളിച്ചതിന് ശേഷം എന്റെ പ്ലേയേഴ്സിന് എല്ലാവർക്കും പരിക്കേറ്റു. എനിക്ക് എങ്ങനെയെങ്കിലും അവരോട് പ്രതികാരം തീർക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം. ശരി, ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ അവർ ഇത്രയും ഗോൾ എങ്ങനെ സ്കോർ ചെയ്തേന്ന് അതൊന്നും മാത്രം പറഞ്ഞതാ. കാരണം അവര് ഉപയോഗിക്കുന്നത്. അവരെന്താ ഉപയോഗിക്കുന്ന? അവര് ശരിക്കും മാജിക്കാ ഉപയോഗിക്കുന്നത്. എന്നോട് എന്റെ ഗോൾ കീപ്പർ പറഞ്ഞു അവരുടെ 2 പ്ലേയേഴ്സ് ഒരുമിച്ച് ഷോട്ട് എടുക്കുന്നെന്ന്. ചിലപ്പോ കൺമുമ്പിൽ ഒരുപാട് ബോളുകൾ ഒന്നിച്ചു വരുന്നത് പോലെ തോന്നും. ഈ വരുന്ന ബോളിൽ നിന്ന് യഥാർത്ഥ ബോൾ ഏതാണെന്ന് കണ്ടുപിടിക്കാനാവില്ല. അപ്പൊ പിന്നെ ഗോൾ കീപ്പർ എന്തു ചെയ്യും? സത്യമാണോ? നിന്നെക്കാൾ നല്ലോണം ഞാൻ ജിജി ഫുട്ബോൾ കളിക്കും. എനിക്ക് നുണ പറയേണ്ട ആവശ്യം എന്താ? അത് മാജിക് തന്നെയാ. എന്താ ഐസക് ഇത്? ശരിക്കും മാജിക് എന്ന് പറഞ്ഞൊന്നില്ല. ശരിക്കും അതൊരു കവറപ്പ് മാത്രമായിരുന്നു. ഗൈസ്, ഇതാണ് ലേറ്റസ്റ്റ് ജിജിഒ മോഡൽ. ടൂർണമെന്റിൽ ഇവനായിരിക്കും ഏറ്റവും നല്ല കളിക്കാരൻ. ഇവനെ ആരെങ്കിലും വാങ്ങിക്കുമോന്ന് ഞാൻ നോക്കിയിരിക്കുക. കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. തമാശയാണോ? അങ്ങോട്ട് മാറി നിൽക്ക്. എന്റെ ജിജിഒ ഫുട്ബോളിലെ ഇതിലോട്ട് പെൺകുട്ടികളെ കണ്ടിട്ടില്ലേ? ഞാനും ഒരു ടീമിന്റെ ഭാഗാ. അവര് ജിജിഒ ഫുട്ബോൾ ടീമിന്റെ എലിമിനേഷൻ റൗണ്ട് ക്ലിയർ ചെയ്തു. നീ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ? ഞങ്ങൾ നിന്നെ നോക്കി ചിരിച്ചൊന്നുമല്ല. ഒരുപാട് ഗേൾസ് ജിജെ ഫുട്ബോൾ കാണാൻ വരുന്നുണ്ടല്ലോ. വാ തുറന്ന കള്ളം മാത്രമേ പറയൂ. ഒരു മിനിറ്റ്, നീ ബാർഫുട്ടിന്റെ ടീമിലുള്ളതല്ലേ? ഞാൻ എപ്പോഴും കാണാറുണ്ട്. നിങ്ങളുടെ ടീം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് നിനക്ക് കാര്യം മനസ്സിലായത്. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചോണം. എന്താ മനസ്സിലായോ?
ഞാൻ സത്യം പറഞ്ഞ ബാർഫുട്ട് ടീമിന്റെ വലിയ ഫാനാ ഞാൻ. മിത്തിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അതെ എനിക്കും. അവര് നല്ല കളിക്കാരാ. അതെ, ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് സംസാരിക്കേണ്ടത്. എനിക്കൊരു ഓട്ടോഗ്രാഫ് കിട്ടുവോ പ്ലീസ്? ടീം ബാർഫുട്ടിനെ ഇത്ര ഇഷ്ടമായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും. നിങ്ങളുടെ ടീമിന്റെ പ്ലെയറെ ഏത് പൊസിഷനാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നേ? അതെ അതെ, ഞാൻ അവരുടെ മാനേജറാ. ഞാൻ ചിയർ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർ ഒരു മാച്ച് പോലും ജയിക്കില്ലായിരുന്നു. എന്താ ചിയർ ലീഡർ ആണെന്നോ? ഹേയ്, ചിയർ ലീഡർ ആകുന്നതിൽ ഒരു തെറ്റുമില്ല. എക്സ്ക്യൂസ് മീ. ഇപ്പൊ നിനക്കെന്താ വേണ്ടേ? ഒന്നുമില്ല, നിങ്ങൾക്ക് സഹായം വല്ലതും ആവശ്യമുണ്ടോ നോക്കാൻ വന്നതാ. സഹായം വേണം. എനിക്ക് സ്വന്തമായിട്ട് ജിജിയോ ഫുട്ബോളർ വേണം. തീർച്ചയായിട്ടും ചെയ്തു തരാം. ഞങ്ങളുടെ കയ്യിൽ പല വിധത്തിലുള്ള മോഡലുണ്ട്. പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ളതും സ്റ്റൈൽസും ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസും ഒന്നും എനിക്ക് പ്രധാനമല്ല. എനിക്ക് ആവശ്യമുള്ളത് കാണാൻ നല്ല ഭംഗിയുള്ളതായിരിക്കണം. ഐസക്, എനിക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ എന്തിനാ നീ എന്നെ പരിശോധിക്കുന്നത്? എന്തിനാ വെറുതെ സമയം കളയുന്നത്? നീ എന്നെ തെറ്റിദ്ധരിക്കണ്ട മെത്ത്. നിനക്ക് കുഴപ്പം വല്ലതും ഉണ്ടോന്ന് ഞാൻ ചെക്ക് ചെയ്യാണ്. എനിക്ക് മനസ്സിലായി. എന്നെ കൊണ്ട് റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് എടുക്കാൻ പറ്റാതെ നോക്കാനല്ലേ, ശരിയല്ലേ? നോക്കും മെത്ത്, ജിജിയോ ഫുട്ബോൾ എന്നത് വളരെ ശക്തി കൂടിയ കളിയാണ്. അതിന് ഏറ്റവും കൂടുതൽ ശക്തി കൊടുക്കേണ്ടത് കാലുകൾക്കാണ്. നിന്റെ കാലിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാനിപ്പോ പരിശോധിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. നിന്റെ കാലിനല്ല, വേറെ എവിടെയോ ആണ് പ്രശ്നം. ഐസക്, ഡിന്നർ റെഡി ആയിട്ടുണ്ട്. നീ താഴെ വന്ന് കഴിച്ചിട്ട് പോ. ഓക്കേ, ഞാൻ ഇപ്പൊ വരാം. നിന്റെ സംശയം ശരിയാണ്. എന്റെ സ്ട്രക്ചർ സോഫ്റ്റ്വെയറിൽ മൂന്നാമത്തെ എലമെന്റിന് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കുന്നു. ആ പ്രശ്നം എന്തായിരിക്കും? കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ റോറിംഗ് ഫ്ലെയിം സ്ട്രൈക്ക് ചെയ്തപ്പോ കഴിഞ്ഞ മാച്ചിനേക്കാൾ ഈ മാച്ചിലായിരുന്നു ആവേശം കൂടിയത്. സാധാരണ ഒരു ജിജിയോ ഫുട്ബോളറിന്റെ കൺസ്ട്രക്ഷൻ വെച്ച് നോക്കുമ്പോൾ എമോഷൻ നിന്റെ സ്കില്ലിനെയോ പവറിനെയോ ഒരിക്കലും ബാധിക്കരുത്. പക്ഷേ മനുഷ്യർക്ക് അങ്ങനല്ല. എമോഷൻസ് അവരുടെ പെർഫോമൻസിനെ നന്നായി ബാധിക്കും. അതിനർത്ഥം എത്ര തവണ നിന്നെ വിളിച്ച് ചെവി കേക്കില്ല നിനക്ക്? വന്ന് കഴിക്കാൻ പറഞ്ഞില്ലേ? ഓ സോറി ഐസക്, ഞാൻ കാരണമാണ് നിനക്ക് ഈ വഴക്ക് കേൾക്കേണ്ടി വന്നത്. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ എന്റെ കൂടെ പോ. നിങ്ങൾ തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജിജിയോ ഫുട്ബോളിന്റെ നാഷണൽ ടൂർണമെന്റ് ഗ്രൂപ്പ് എയിലെ എലിമിനേഷൻ മാച്ച് ഇപ്പൊ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ ക്യാറ്റോട് പോയി അവരുടെ ടീം ഇപ്പൊ കളിക്കാൻ പോവല്ലേ? അവളെ മാത്രം ഇപ്പൊ ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. അല്ല, ടീം മാജിക്കൽ തിങ്കിങ് എവിടെ പോയി? കൊറേ മിഷൻസും ഗണ്ണൊക്കെ കോർട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്രാവശ്യം എന്തൊക്കെ അഡ്വഞ്ചേഴ്സ് ആക്കപ്പെടുന്ന ആർക്കറിയാം? എനിക്കറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും എനിക്കിപ്പോ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. എനിക്കറിയാം നീ കുറച്ച് ടെൻസ്ഡ് ആണെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് കേക്ക്. ഇവരെ നേരിടാൻ ഞാൻ ഒരു വഴി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷെ ഉണ്ടാവാം. എന്നാലും അവരുടെ സൂത്രം മനസ്സിലാക്കാൻ കുറെ താമസിക്കും. എന്താ ഇത്? ഇതെന്താ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നേ? ഓ, ഈ ചെറുക്കന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. ഡാഡി, ആ ബലൂൺ വേണം. ഇവരാണ്, ഇവരുടെ ഡാൻസ് കണ്ടില്ലേ? ഞങ്ങൾ തന്ന ഗിഫ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഒന്നും തരണ്ട. നിങ്ങൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നതാ ഇത്. എല്ലാവരും എടുത്തോളൂ. നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണിത്. കൊള്ളാമോ? നല്ല ഭംഗിയുണ്ടല്ലേ? പേടിയാവുന്നു. ഞങ്ങളെ നിങ്ങൾക്ക് മനസ്സിലായെന്നാ വിചാരിച്ചേ. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്. സാരമില്ല, ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഈ മാച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ടീം ബെയർഫുട്ട് ഞങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും തോറ്റിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞത് മാത്രം പറയാൻ പാടുന്നല്ലേ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളേ. നിങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ മഹാകള്ളന്മാരാ. എന്തായാലും നിങ്ങളെ ഞങ്ങൾ തോപ്പിച്ചിരിക്കും. ഞങ്ങൾ സത്യസന്ധമായി തന്നെ കളിക്കും. എന്നാ നമുക്കതൊന്ന് കാണാം. അതെ, എനിക്ക് അതൊന്ന് കാണണം.
ഇന്റർനാഷണൽ ടൂർണമെന്റിലെ എലിമിനേഷൻ റൗണ്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മാച്ച് ടീം ബെയർഫുട്ടും ടീം മാജിക്കൽ ഇല്യൂഷൻസും തമ്മിലാണ്.